വചനന്യായ ആഗതനാകുന്ന രക്ഷകനെ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കണമെന്നും ജീവിതത്തെ അതനുസരിച്ച് ക്രമപ്പെടുത്തണമെന്നും നമ്മോട് പറയുന്ന വചനഭാഗങ്ങളാണ് നാം ശ്രവിക്കുന്നത്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ബാബിലോൺ പ്രവാസത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനത്തിന് വിമോചനത്തിൻ്റെ പ്രതീക്ഷ നൽകുന്ന വചനഭാഗങ്ങൾ നാം വായിക്കുന്നുണ്ട്. വരണ്ട ദേശവും വിജന പ്രദേശവും ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. മരുഭൂമി ആനന്ദിക്കുകയും പൂക്കുകയും ചെയ്യും. കർത്താവിൻ്റെ രക്ഷ സ്വന്തമാക്കുന്നവർ സന്തോഷിക്കും. വിശുദ്ധ യാക്കോബും തൻ്റെ ലേഖനത്തിൽ ക്ഷമയോടുകൂടി കാത്തിരിക്കുവാനായിട്ട് പറയുന്നുണ്ട്. നല്ല കർഷകൻ ആദ്യ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടുകൂടെ കാത്തിരിക്കും, നല്ല ഫലം ലഭിക്കുവാൻ. ഇപ്രകാരം ദൃഢചിത്തരായി ക്ഷമയോടുകൂടി കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ വിശുദ്ധ യാക്കോബ് നമ്മോട് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ താൻ വഴിയൊരുക്കിയ ക്രിസ്തു തന്നെയാണോ വന്നിരിക്കുന്നതെന്നറിയുവാൻ വിശുദ്ധ സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്ന വചനഭാഗമാണ് നാം ശ്രവിക്കുക. ഈ 3 വചനഭാഗങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു സന്ദേശമാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ വിശ്വസ്തയോടുകൂടി ദൈവത്തിന് വേണ്ടി നന്മ ചെയ്ത് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. താൻ വഴിയൊരുക്കിയ ക്രിസ്തു തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ അയക്കുക. തൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും താൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ പ്രവർത്തനം അദ്ദേഹം ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുവാൻ നമുക്കും സാധിക്കും. സ്നാപക യോഹന്നാൻ വളരെ മൃദുലമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, ലളിതമായ ഭക്ഷണം ധരിച്ചുകൊണ്ട് തന്നെ അയച്ച ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുകയായിരുന്നു. ഞാൻ ഓർക്കുന്നൊരു സംഭവം, ഒരു അനാഥാലയത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആരും നോക്കാനില്ലാത്തത് കൊണ്ടാണല്ലോ അനാഥാലയത്തിൽ താമസിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് എല്ലാ ദിവസവും ഒരു പ്രതീക്ഷയുണ്ട്. അവൾ കോൺവെന്റിൽ നിന്നും സിസ്റ്റർമാർ കാണാതെ പുറത്തിറങ്ങും. എന്നിട്ട് ഒരു ചെറിയ പേപ്പർ ചുരുട്ടി അവിടെയുള്ള മരത്തിൽ കൊളുത്തിയിടും. എന്നിട്ട് അകത്തേക്ക് പോകും. എല്ലാ ദിവസവും നോക്കും, എന്നാലും അവൾ അത് നിർത്തിയില്ല. വഴിയിലൂടെ പോയിരുന്ന ഒരു സഹോദരൻ ഈ പെൺകുട്ടി എല്ലാ ദിവസവും എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ പെൺകുട്ടി പോയി കഴിഞ്ഞപ്പോൾ പോയി നോക്കുന്നുണ്ട്. ആ കടലാസ് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരുന്നത് ഒരു വാക്യമാണ്: ഈ ലോകത്തിൽ എന്നെ സ്നേഹിക്കാൻ ആരെങ്കിലുമുണ്ടോ? ആ പെൺകുട്ടിയുടെ പ്രതീക്ഷ മനസ്സിലാക്കിയ ഈ സഹോദരൻ പിന്നീട് അവൾക്ക് വേണ്ടി സമ്മാനങ്ങൾ അയക്കുവാൻ തുടങ്ങി. ക്രിസ്മസ് കാർഡുകളും ന്യൂ ഇയർ കാർഡുമൊക്കെ അയച്ചു തുടങ്ങിയപ്പോൾ മങ്ങിയിരുന്ന അവളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പ്രകാശത്തിൻ്റെ കരങ്ങൾ കൊടുക്കുവാനായിട്ട് എളിമയോടെ ശ്രമിച്ചാൽ സാധിക്കും. ഞാൻ ആയിരിക്കുന്ന കോൾബെ സെമിനാരിയിൽ ഇടയ്ക്ക് സഹായത്തിന് വേണ്ടി സഹോദരി സഹോദരന്മാർ വരാറുണ്ട്. കഴിഞ്ഞ മാസം നമ്മുടെ അടുത്തുള്ള ഒരു സഹോദരി വരികയുണ്ടായി. പല സഹോദരിമാരും വരാറുണ്ടെങ്കിലും ഈ സഹോദരിയെ കണ്ടപ്പോൾ
ഒരു അമ്മയുടെ മുഖമാണ് എനിക്ക് തോന്നിയത്. 65-70 വയസ്സ് തോന്നിക്കുന്ന ഈ അമ്മ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും പ്രതീക്ഷയോടുകൂടിയാണ് അമ്മ നോക്കിയത്. അമ്മ പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, 2 മക്കളാണ്, മകളെ കല്യാണം കഴിച്ചു വിട്ടു. മകന് ജോലി ചെയ്യാമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കുടുംബം നോക്കാനായിട്ട് വേറെ മാർഗമില്ല. ഞാൻ സഹായത്തിന് പോകുമെന്ന് പറഞ്ഞാൽ മകൻ എന്നെ വിടില്ല. അതുകൊണ്ട് സിസ്റ്റേഴ്സിനെ കാണാൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അവരുടെ സംസാരവും അവസ്ഥയും കണ്ടപ്പോൾ ചെറിയൊരു സഹായം കൊടുക്കുവാൻ ഞാൻ വിചാരിച്ചു. സഹായം കൊടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചു, മകന് ജോലിയൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന ഒരു ടീഷർട്ട് കൂടി ഞാൻ കൊണ്ടുപോയി കൊടുത്തു. നന്ദി പറഞ്ഞുകൊണ്ട് ഈ അമ്മ ഇറങ്ങുമ്പോൾ അമ്മ അറിയാതെ പറയുന്നുണ്ട്, ഈ വെയിലത്ത് ഇറങ്ങിപ്പോകുവാനായിട്ട് എൻ്റെ കയ്യിൽ കുടയില്ല, സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ എപ്പോഴെങ്കിലും എനിക്ക് ചോദിക്കണം. ആ സമയത്ത് ഞാൻ ഓർത്തത്, എൻ്റെ കയ്യിൽ 2 കുടയുണ്ട്. ഞാൻ അമ്മയോട് ഒരു നിമിഷം എന്ന് പറഞ്ഞ് മുറിയിൽ പോയി ഒരു കുട എടുത്തുകൊണ്ടുവന്ന് കയ്യിൽ കൊടുത്തു. പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർ ആഗ്രഹിച്ചൊരു കാര്യം കിട്ടിയപ്പോൾ ഈ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഉടനെ ഈ അമ്മ എൻ്റെ കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ, എപ്പോഴൊക്കെ ഈ കുട ഉയർത്തി ഞാൻ നടക്കുമോ അപ്പോഴെല്ലാം അച്ഛന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഞാനും മകനും കൂടി പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനെ ഞാൻ ഓർക്കും. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ള പ്രതിഫലം തീർച്ചയായും കർത്താവ് നൽകും. താൻ വഴിയൊരുക്കിയവൻ തന്നെയാണോ എന്ന് ചോദിച്ചതിന് ഈശോ മറുപടി പറയുന്നുണ്ട്, അന്ധന്മാർ കാണുന്നു, ബധിരർ കേൾക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, മരിച്ചവർ ഉയിർപ്പിക്കപ്പെടുന്നു. അത് പറഞ്ഞതിന് ശേഷം ഈശോ പറയുന്നുണ്ട്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല, എങ്കിലും സ്വർഗ്ഗത്തിൽ ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് എന്ന്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യം ദൈവത്തിന് പ്രീതികരമാകുമെങ്കിൽ അത് തീർച്ചയായും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെയും ചേർക്കും. ഈശോയ്ക്ക് വേണ്ടിയുള്ള ഹൃദയം നാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള മനസ്സുള്ളപ്പോൾ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുമ്പോൾ ഹൃദയത്തിലേക്കുള്ള ഈശോയുടെ വാതിൽ കൂടുതൽ വിസ്തൃതിയോടെ ആവുകയും അതിൻ്റെ നിഷ്കളങ്കതയിൽ ആയിരിക്കുകയും ചെയ്യും. 2 ദിവസം മുമ്പ് കാക്കനാട് സെൻറ് മൈക്കിൾസ് ദേവാലയത്തിൽ ഒരു ദിവ്യബലി അർപ്പിക്കുവാനായി പോകുകയുണ്ടായി. കുർബാനയ്ക്ക് മധ്യേ വിശ്വാസികളുടെ പ്രാർത്ഥന കഴിഞ്ഞ് കാഴ്ചവെപ്പിൻ്റെ സമയമാണ്. അൾത്താരിൽ ഒരുക്കി പതിയെ താഴേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്ന സമയത്ത് കാഴ്ചവെപ്പിനുള്ള ആളുകൾ നിരവധിയായി ഒന്നിനു പിറകെ ഒന്നായി നടന്നു വരികയാണ്. ഏറ്റവും മുമ്പിൽ ഉണ്ടായിരുന്നത് LKG പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ്. 3-4-5 സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ടാണ് താഴെ വരിക. അവിടെ വെച്ചാണ് സാധാരണ സ്വീകരിക്കാറ്. അന്ന് അൾത്താരുടെ മുമ്പിൽ എത്തിയപ്പോൾ തന്നെ ഈ കൊച്ചു പെൺകുട്ടി നേരെ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് വരുന്നുണ്ട്. പുറകെയുള്ള അമ്മയും അപ്പനുമൊക്കെ അവിടെ നിൽക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇവൾ തന്നെ മുകളിലേക്ക് കയറി വന്നു അൾത്താരുടെ മുമ്പിൽ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു തന്നു. സന്തോഷത്തോടെ സ്വീകരിച്ച് ഈ കുട്ടിയുടെ തലയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ആശീർവദിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കണം ഈ മകൾ ഞാൻ താഴെ ഇറങ്ങുന്നതിന് മുമ്പ് ആൾക്കാരുടെ മുമ്പിൽ വരെ ഇത് കൊണ്ടുവന്ന് തന്നത്? എൻ്റെ മനസ്സിൽ തോന്നിയത് ഇപ്രകാരമായിരുന്നു: ദൈവത്തിൻ്റെ പുരോഹിതനായ വൈദികനെ താഴെ സ്റ്റെപ്പുകൾ ഇറക്കാതെ മുകളിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കണമെന്ന എളിയ ഒരു ആഗ്രഹമായിരിക്കണം ഈ കുഞ്ഞിന് അപ്രകാരം ചെയ്യാനായിട്ട് തോന്നിപ്പിച്ചത്. സ്നേഹം നിറഞ്ഞവരെ, ഉണ്ണീശോയെ സ്വീകരിക്കുവാനായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ആ നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. പ്രതിഫലം പ്രതീക്ഷിക്കാതെ നിസ്തുലമായി ഈശോയ്ക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ തീർച്ചയായും ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരികയും നമ്മുടെ ഹൃദയത്തിൻ്റെ പുൽക്കൂടിൽ പിറക്കുകയും ചെയ്യും.
വചനജായ 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 വചനജായ